ഈ കേരളത്തിൽ ഒന്നിലധികം സൈനിക ചിത്രങ്ങൾ എടുത്തൊരു വ്യക്തിയാണ് മേജർ രവി. അദ്ദേഹം വലിയ രീതിയിൽ തന്നെ ദേശസ്നേഹം വളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അങ്ങനെ ഓന്തിനെ പോലെ നിറം മാറി കളിക്കുകയാണ്. അത് മോഹൻലാലുമായി ബന്ധപ്പെട്ടാണ്. ഈ മോഹൻലാലിൻ്റെ ചിത്രത്തിൽ ഒരു പ്രശ്നവുമില്ലെന്നും അല്ലേ, മോഹൻലാലിനെ വേട്ടയാടരുത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഷോ കഴിഞ്ഞതും നമ്മളെല്ലാവരും കണ്ടതാണ്. മേജർ രവി മോഹൻലാലിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു, ആശ്ലേഷിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു, എന്തൊക്കെയായിരുന്നു. നമ്മളിൽ പഴയൊരു സിനിമയിൽ ലൂസിഫറിനേക്കാൾ എനിക്ക് മികച്ചത് ഇഷ്ടപ്പെട്ടത് എമ്പുരാനാണ് എന്ന് പറഞ്ഞയാളാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു പഴയ സിനിമയിലുണ്ടല്ലോ, എന്താ മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ഒലക്കയുടെ മൂട് എന്ന് പറയുന്നത് പോലെ വളരെ പെട്ടെന്ന് നിറം മാറി ആ മേജർ രവി ഈ സിനിമയ്ക്കെതിരെ തിരിയുന്നതാണ് നമ്മൾ കണ്ടത്. ഈ സിനിമ കണ്ടപ്പോൾ മേജർ രവിക്ക് തോന്നിയില്ല, സോഷ്യൽ മീഡിയ പറയേണ്ടി വന്നു മേജർ രവിക്ക് ഇതിനകത്ത് ഇന്ന അപകടങ്ങളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എത്ര ആത്മാർത്ഥതയുണ്ട് ഈ രാജ്യത്തിനുണ്ട്, ഈ രാജ്യത്തിൻ്റെ. അദ്ദേഹം ഇനി പറയും, ഇത്രത്തോളം മോഹൻലാലിനെ ന്യായീകരിക്കുന്ന ആൾ പറയും, ഞാൻ മോഹൻലാലിനോടൊപ്പം തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങിപ്പോയെന്ന് പറയാൻ വേണമെങ്കിൽ അതും വേണമെങ്കിൽ പറയും. അതല്ല, അതിനപ്പുറവും പറയും. 6 മണിക്കാണല്ലോ ഷോ, തലേന്ന് ഉറങ്ങി. എന്റെ കണ്ണിന്റെ കാഴ്ച ആ സമയത്ത് ഇല്ലാതെ പോയി, എനിക്കൊന്നും കാണാൻ പറ്റിയില്ല എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞേക്കും. അല്ല, ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങി. അത് മേജർ രവി അതും ഈ കണ്ട കണക്കിനാണെങ്കിൽ അതിലപ്പുറവും പറയും. എന്തായാലും കീർത്തിചക്ര പോലെയുള്ള മികച്ച സിനിമകൾ എടുത്ത ഒരാളാണ് മേജർ രവി. പട്ടാളത്തിൽ മേജറായി വന്ന ആളാണ്. പല ഈ കാർഗിൽ യുദ്ധത്തിലടക്കം അദ്ദേഹത്തിന് പങ്കുണ്ട്. അദ്ദേഹം അതിൽ പങ്കുചേർന്ന ആളാണ്. ഒക്കെ ഉള്ള ഒരു വീര പുരുഷനായിട്ടാണ് മേജർ രവിയെ മലയാളി കണ്ടിരുന്നത്. ഒരു ശരാശരി മലയാളിക്ക് പോലും മോഹൻലാലിനോട് തോന്നുന്നത് പോലെ ഒരു വലിയ സ്നേഹം മേജർ രവിയോട് തോന്നിയിരുന്നു. രാജ്യസ്നേഹിയായ മനുഷ്യൻ, രാജ്യസ്നേഹിയായ പട്ടാളക്കാരൻ എന്നൊക്കെയാണ്. മാത്രമല്ല, മേജർ രവി നമ്മുടെ നാട്ടിൽ പലർക്കും ഈ പറയുന്നത് പോലെ സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ പരിശീലനം കൊടുക്കുന്ന പല ചെറിയ ചെറിയ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ ഉണ്ട്. അത് കണ്ണൂരിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കൊച്ചിയിലുണ്ട്, തൃശ്ശൂരുണ്ട്, പാലക്കാട്, പല സ്ഥലത്തും ഉണ്ട്. അല്ല, അദ്ദേഹം പറയുന്നത് നിങ്ങൾ സിനിമയെ വിമർശിച്ചോളൂ, പിന്നെ അതിലെ കഥാപാത്രങ്ങളെ വിമർശിക്കൂ, പക്ഷെ മോഹൻലാലിന്റെ കേണൽ പദവിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ടെറിട്ടോറിയൽ ആർമിയിലെ കേണൽ പദവി എടുത്തു കളയുക, അദ്ദേഹത്തിന്റെ ഈ സൈനിക യൂണിഫോം ഊരി വാങ്ങുമെന്ന് നിങ്ങൾ പറയുന്ന വിമർശനങ്ങളിൽ നിന്നും ദയവ് ചെയ്ത് നിങ്ങൾ പിന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരിക്കലും ഈ ടെറിട്ടോറിയൽ ആർമിയിലെ കേണൽ പദവിയാണോ ഇത്ര വലുത്? ഈ രാജ്യത്തിനെതിരെ, ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥയ്ക്കെതിരെ, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിനെതിരെ ഒക്കെ ലഷ്കർ ഇ തോയ്ബയിൽ പോയി പരിശീലനം നേടിയ നായകൻ, എന്നിട്ട് ഈ വില്ലൻ ആരാണ്? നമ്മുടെ രാജ്യത്തെ ഈ പറയുന്നത് പോലെ ലഷ്കർ ഇ തോയ്ബയിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികളുടെ വെടികൊണ്ട് മരിച്ച സൈനികർ എത്ര പേരുണ്ട്? അവരുടെ ബലിദാനത്തിന് നമ്മൾ എന്ത് വിലയാണ് കൊടുക്കുന്നത്? അവരുടെ കുടുംബത്തിന് നമ്മൾ എന്താണ് മറുപടി കൊടുക്കേണ്ടത്? അവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭീകരന്മാരുടെ വെടിയേറ്റ് മരിച്ചത്? ഈ ലഷ്കർ ഇ തോയ്ബ അല്ലേ മുംബൈ ആക്രമണം സംഘടിപ്പിച്ചത്? 10 പേരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? എത്ര കുടുംബങ്ങളെയാണ് അനാഥമാക്കിയത്? ഈ അജ്മൽ കസബിനെ പിടികൂടുമ്പോൾ പോലും ഒരു പോലീസുകാരൻ, ആ പോലീസുകാരനെ തുടർച്ചയായിട്ട് വെടിയുതിർക്കുകയായിരുന്നു അജ്മൽ കസബ്. എന്നിട്ട് ആ വെടിയേറ്റ് പിടയുന്ന സമയത്ത് പോലും ആ മനുഷ്യൻ, ആ പോലീസുകാരൻ ഈ അജ്മൽ കസബിൻ്റെ പുറത്തുള്ള പിടി വിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അയാളെ നമുക്ക് ജീവനോടെ പിടിക്കാൻ സാധിച്ചത്. അയാളെ ജീവനോടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പോലും മറ്റൊന്നായി മാറിയേനെ. ഇത് ഹിന്ദുത്വ ശക്തികൾ ആസൂത്രണം ചെയ്ത ആക്രമണമാണ് എന്ന് വരുത്തി തീർത്തേനെ. ഈ 10 പേരും വന്നത് ചാവേറാകാനാണ് വന്നത്. അതിൽ ഒരാളിനെ നമുക്ക് ജീവനോടെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ച ഏറ്റവും വലിയ മഹത്തായ കാര്യം. അതിന് എത്ര പോലീസുകാരുടെ ജീവനാണ് ബലി കൊടുത്തത്? അവരുടെയൊക്കെ കുടുംബങ്ങളോട് നമ്മൾ എന്ത് പറയും? മേജർ രവി ഇതിനെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഒരു പോട്ടെ, മോഹൻലാലിനെയും പൃഥ്വിരാജിനെയൊക്കെ നമുക്ക് മാറ്റിവെക്കാം, പക്ഷേ ഒരു പട്ടാളക്കാരനായ, അതും കമ്മീഷൻ റാങ്കിൽ മേജറായിട്ട് പട്ടാളത്തിൽ നിന്ന് വിരമിച്ചു വന്ന ഒരാൾ, ഒരു സൈനികൻ, അങ്ങനെ ഒരു സൈനിക വ്യക്തിത്വം പറയേണ്ടതാണോ ഇതൊക്കെ? അദ്ദേഹത്തിന് ഇത് എങ്ങനെ പറയാൻ സാധിക്കുന്നു? എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, അങ്ങേയറ്റം സങ്കടപ്പെടുത്തുകയും ചെയ്തു. അല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് നാം പലതവണ കണ്ടിട്ടുണ്ടല്ലോ. ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ രാവിലെ കോൺഗ്രസ്, ഉച്ചയ്ക്ക് BJP,
വൈകിട്ട് തരം കിട്ടിയാൽ വേണമെങ്കിൽ SDPI-യും ആകും അദ്ദേഹം എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. ഇത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് മേജർ രവി അടക്കമുള്ളവർ നൽകുന്നത്. എന്തായാലും പക്ഷേ ഇത് കൃത്യമായി തിരിച്ചറിയാൻ പ്രേക്ഷകർക്ക് ജനങ്ങൾക്കും സാധിച്ചു. അതാണ് നമ്മുടെ പ്രേക്ഷകരെ, മലയാളിയെ അത്ര കുറച്ച് കാണണ്ട. അവർക്ക് കൃത്യമായിട്ട് തിരിച്ചറിവുണ്ട്, വിവരമുണ്ട്, അവർക്ക് ബോധമുണ്ട്. അത് മേജർ രവിക്കും മോഹൻലാലിനും പൃഥ്വിരാജിനും ഒന്നും ഇല്ല എന്നുള്ളതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ കൂടെയെങ്കിലും ഇവരെ ഇത്ര രൂക്ഷമായിട്ട് വിമർശിക്കുകയും അവരുടെ നയം തെറ്റാണെന്ന് വിളിച്ചു പറയുകയും അത് തിരുത്താൻ ആവശ്യപ്പെടുകയും. ഈ മേജർ രവി പറഞ്ഞത് തന്നെ തെറ്റാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനം. അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണങ്ങളുടെ ഈ ക്ലിപ്പിംഗ്സുകൾ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എനിക്ക് ലൂസിഫറിനേക്കാൾ ഇഷ്ടപ്പെട്ടത് എമ്പുരാനാണ്, ഒരു ഡയറക്ടറുടെ ഡ്രീം പ്രോജക്റ്റാണ്, ഹോളിവുഡ് ലെവലിലുള്ള പടമാണ്. ആ രീതിയിലുള്ള എല്ലാ പുകഴ്ത്തിപ്പറയലും വിവാദത്തിന് പിന്നാലെ അദ്ദേഹം മാറ്റി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് വേറെ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ വിമർശിച്ചോളൂ. മോഹൻലാലിന്റെ സൈനിക യൂണിഫോമിനെ കുറിച്ച്, ആ പദവിയെ കുറിച്ച് മാത്രം നിങ്ങൾ ഒന്നും മിണ്ടരുത്. ഈ പദവി പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത് അല്ലേ? ഈ പദവി എങ്ങനെ ഉണ്ടായതാണ്? അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു സ്വകാര്യമായ അഹങ്കാരമായിരുന്നു. അത് അവരുടെ ആത്മവിശ്വാസമായിരുന്നു, അവരുടെ അഭിമാനമായിരുന്നു. അത് എന്തിനാണ് നൽകിയത്? ഈ സേനയിലേക്ക് അതെ, യുവാക്കളെ ആകർഷിക്കാനായി. അങ്ങനെ യുവാക്കളെ തമ്മിലടുപ്പിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച വ്യക്തിക്ക് എന്ത് യോഗ്യതയാണ് ഇനി ആ യൂണിഫോം ഇടാൻ? തീർച്ചയായിട്ടും ആ ചോദ്യം സോഷ്യൽ മീഡിയ ചോദിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ സാധിക്കില്ല. അത് വളരെ ശരിയായ ചോദ്യമാണത്. കാരണം മോഹൻലാലിന് ഈ പദവിയൊക്കെ കിട്ടാൻ കാര്യം രാജ്യസ്നേഹികളായ ഒരു പറ്റം ചെറുപ്പക്കാരെ, ഒരു തലമുറകളെ വാർത്തെടുക്കാൻ ഈ സിനിമകൾ സഹായിക്കും, അദ്ദേഹത്തിൻ്റെ അഭിനയം സഹായിക്കും എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന സർക്കാർ. അന്ന് നമ്മൾ പ്രതിരോധ മന്ത്രിയായിരുന്നത് മലയാളിയായ AK ആൻ്റണിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടി ശ്രമഫലമായിട്ടാണ് ഇത് കിട്ടിയത് ഇദ്ദേഹത്തിന്. അങ്ങനെയൊക്കെ കിട്ടിയ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇതുപോലെയുള്ള ഒരു സ്ഥാനം, ഒരു യൂണിഫോം അടക്കം ഒരു പദവി അദ്ദേഹത്തിന് കിട്ടിയിട്ട് അതിന് എന്താ പറയണ്ടേ, പുല്ലുവില പോലും കൊടുക്കാതെ ഇത്തരത്തിലുള്ളൊരു നല്ല മലയാളത്തിൽ പറഞ്ഞ കൂറ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതാണ് മോഹൻലാൽ ചെയ്ത തെറ്റ്. അതിനെ ന്യായീകരിക്കാൻ മേജർ രവി ചടപടയെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയിരിക്കുന്നു. പിന്നെ ജനവികാരം എതിരാണെന്ന് കണ്ടപ്പോൾ പ്ലേറ്റ് മാറ്റി. ഈ ഓന്തിനെ പോലെ ഇങ്ങനെ നിറം മാറുന്നത് വലിയ കഷ്ടമാണ്. ഒരു മേജറിന് അത് യോജിച്ചതല്ല എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് പറയാം. മോഹൻലാൽ മാപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, മോഹൻലാൽ മാപ്പ് പറഞ്ഞു, മേജർ രവിയും മാപ്പ് പറയണം. എൻ്റെ ആദ്യത്തെ നിലപാട് തെറ്റായിരുന്നു, ഞാനതിൽ ഖേദിക്കുന്നു, അങ്ങനൊരു നിലപാട് ഞാൻ പറയാൻ പാടില്ലായിരുന്നു, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് പറയാനുള്ള തൻ്റെ ഇടം മേജർ രവിയും കാണിക്കണ്ടേ? സോഷ്യൽ മീഡിയ അത് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ശരിയാണ്, നമുക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ മോഹൻലാലിനെ അനുകൂലിച്ച് സംസാരിച്ചു, അത് എൻ്റെ ഒരു വ്യക്തിപരമായ താല്പര്യമുണ്ട്, സുഹൃത്താണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത്രയും പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ എനിക്ക് ആ തെറ്റ് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? വാസ്തവത്തിൽ മേജർ രവിയെ പോലൊരാളിൽ നിന്ന് ആ വാക്കുകൾ ഉണ്ടായപ്പോൾ ശ്രീജിത്ത് പറഞ്ഞത് ശരിയാണ്. പൃഥ്വിരാജിൽ നിന്ന് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. പൃഥ്വിരാജ് ഇങ്ങനെയൊക്കെ പെരുമാറുകയുള്ളൂ, ഇങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ എന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ മോഹൻലാലും മേജർ രവിയും അങ്ങനെയല്ല. പ്രത്യേകിച്ചും മേജർ രവി, അദ്ദേഹം ഉന്നത സൈനിക പദവിയിലിരുന്ന ഒരാളാണ്. അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥയെയും നമ്മുടെ ഭരണകൂടത്തെയും നമ്മുടെ സൈന്യത്തെയൊക്കെ അടുത്തറിയുന്ന ഒരാളാണ്. ഈ രാജ്യത്തിന് നേരെ വരുന്ന ഭീഷണികൾ, വെല്ലുവിളികൾ എന്താണെന്ന് നല്ലവണ്ണം അറിയുന്ന ഒരാളാണ്. ആ ആൾ ഇങ്ങനെ പറഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹം തിരുത്തേണ്ടതാണ്. തിരുത്തിയില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ എന്നേക്കുമായിട്ടൊരു കളങ്കമായി അവിടെ കിടക്കും. അത് അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ നല്ലത്.